അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് ഈ സെപ്പറേഷൻ ഇപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് റീകൺസിലേഷൻ വേണ്ടിയിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളൊരു റീഡിംഗ് ആണ് ഇത് ചെയ്യുന്നത്. ഈ റീഡിങ്ങിൽ മെജോറിറ്റി ആൾക്കാർക്കും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഫസ്റ്റ് അതിൻ്റെ റീസൺ എന്താണ് നമുക്ക് നോക്കാം. ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയം മുതൽ ഈ ഒരു സമയത്ത് പോലും നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ പോലും ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളെ ലൈഫ് പാർട്ട്ണർ ആക്കണം എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായി ആണ്. അതുപോലെ തന്നെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു ഫീലിംഗ് ഈ വ്യക്തിക്കുണ്ട്. ഒരു ഹെർമിറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ എന്താണോ ആ വ്യക്തി ചിന്തിക്കുന്നത് ആ ഒരു കാര്യം പ്രാവർത്തികമാക്കാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ആ വ്യക്തി ഇൻഡ്യൂഷണലി ഇപ്പോൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നാളും മേ ബി ആ വ്യക്തി ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലൈഫ് ഗോൾസ് അല്ലെങ്കിൽ ലൈഫിനെ പറ്റിയുള്ള വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ചിന്താഗതിയുള്ള ഒരു വളരെ സ്ട്രോങ് മൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷെ ഈ ഒരു സമയത്ത് ഇൻഡ്യൂഷണലി ആ വ്യക്തിക്ക് ഒരു കൺഫ്യൂഷൻ ആണ് ഇപ്പോൾ കാണുന്നത്. മേ ബി നിങ്ങൾക്കിടയിലുള്ള നോ കോണ്ടാക്റ്റിനുള്ള റീസൺ എന്ന് പറയുന്നത് ആ വ്യക്തി വളരെയധികം ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിൽ ആ വ്യക്തി ബിസിയാണ്. ഒരേ സമയം തന്നെ പല വർക്കുകളിൽ ഏർപ്പെടുന്ന അത്രയും ബിസി ആയിട്ടുള്ള ഒരു ജോലിയുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ അവരുടെ ലൈഫിൽ ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ സെപ്പറേഷൻ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉള്ളതും. അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ല. മേ ബി അങ്ങനെ ഇൻഡ്യൂഷണലി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു പോസിറ്റീവായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷനും ഇല്ല. പക്ഷേ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് ഈ വ്യക്തി പല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. മേ ബി ഒരുപാട് തവണ ഈ വ്യക്തി ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം ആ വ്യക്തി പരാജയപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ വ്യക്തി പലതരത്തിലും ശ്രമിച്ചിട്ടുണ്ടാവാം. മേ ബി നിങ്ങൾ പലതവണ ഇനിഷ്യേറ്റീവ് എടുത്ത സമയത്ത് ഈ വ്യക്തി നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടാവാം. നിങ്ങളോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതിലെല്ലാം നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പക്ഷെ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ആ വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏത് തരത്തിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും മേ ബി നിങ്ങൾ ഇപ്പോൾ ആ വ്യക്തി അവഗണിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആവാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചതായിട്ടും ഇവിടെ കണക്കാക്കാം. ഓക്കെ, അത് വൈസ് വേഴ്സ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് തിരികെ വരണം. വളരെ സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം. ഈ റിലേഷൻഷിപ്പിൻ്റെ ബോണ്ടിന് അത്രയധികം സ്ട്രെങ്ത് വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പിലെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. പൊട്ടൻഷ്യൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ നിങ്ങളുടെ പേഴ്സണില്ലാത്തതായിട്ട് കാണുന്നുണ്ട്. ഒരു സോഷ്യൽ മീഡിയ കണക്ഷൻസ് വഴി ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്പൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ടാവാം. മേ ബി അതുകൊണ്ടായിരിക്കാം ആ വ്യക്തി ഇത്രയധികം ബിസി ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു 10 ഓഫ് കപ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തി ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മനസ്സാലെ റെഡി ആയിട്ടില്ല എന്നാണ് കാണുന്നത്. ആ വ്യക്തിക്ക് അത്രമാത്രം ഇഷ്യൂസ് ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി
ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവാം. ആർ യു ഹാപ്പി വിത്തൗട്ട് മീ? ഒരു ക്വസ്റ്റ്യനിങ് ആണ് ആദ്യമേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ വ്യക്തി ചോദിക്കുകയാണ്, നിങ്ങൾ ഞാനില്ലാണ്ട് ഹാപ്പി ആണോ? ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ആ വ്യക്തി. ഇപ്പോൾ എന്തായാലും ഹാപ്പി അല്ല. അപ്പം നിങ്ങളും ഹാപ്പി ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനിങ് ആണ് ആദ്യമേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ദെൻ യു മേക്ക് മീ ഹോപ്പ്ഫുൾ. എനിക്ക് ഒരു പ്രതീക്ഷ, എൻ്റെ ലൈഫിൽ തന്നെ ഒരു പ്രതീക്ഷ തന്നത് നീയാണ്. എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രതീക്ഷകൾ തന്നൊരു വ്യക്തിയാണ് നീ. ആൻഡ് ഇൻറ്റൻസ് ഡിസയർ ടു സീ യു. ആ വ്യക്തി വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് കാണാനായിട്ട്. ആൻഡ് ഓക്കെ, യു വെയർ റോങ്. അതെ, നിങ്ങൾ എന്തായാലും തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് തന്നെയാണ് ഈ വ്യക്തി പറയുന്നത്. മേ ബി നിങ്ങളായിട്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെപ്പറ്റി ചിന്തിച്ച കാര്യം വളരെ തെറ്റാണ് എന്ന് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഓക്കെ. ആൻഡ് ഐ ഫിയർ യു വിൽ നെവർ ഫർഗീവ് മീ. അതെ, ഇപ്പോഴും നീ എന്നോട് ക്ഷമിക്കുകയില്ല എന്നുള്ളൊരു ഭയം എന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് കഴിയാത്തതും. ഒരിക്കലും ആ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് തവണ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരിക്കാം. ഈ വ്യക്തിയോട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞ സമയത്ത് ഒരുപാട് തവണ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ വ്യക്തി ഒന്നും നിങ്ങളോട് പ്രോപ്പറായിട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് നിങ്ങളൊരു മാപ്പ് കൊടുക്കുമോ എന്നുള്ളതിൻ്റെ ഒരു ഭയം ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നു. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഐ നോ യു ആർ പെർഫെക്റ്റ് ഫോർ മീ. അതെ, നിങ്ങളാണ് ആ വ്യക്തിയുടെ ലൈഫിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മാച്ച് എന്ന് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ദിസ് ടൈം ഐ എം നോട്ട് റെഡി, ഗിവ് മീ ടൈം. യെസ്, അത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഈ ഒരു സമയത്ത് ആ വ്യക്തി റെഡി ആയിട്ടില്ല. ആ വ്യക്തിയുടെ മനസ്സാലെ വ്യക്തി റെഡിയല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എനിക്ക് നീ തരിക എന്ന് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. ഓക്കെ, ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് നിങ്ങളിൽ ആരോ ഒരാൾ വളരെയധികം തീവ്രമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച്, ലൈഫിലുള്ള എല്ലാ പോസിബിലിറ്റീസും എല്ലാ പോസിറ്റിവിറ്റീസും ഉപേക്ഷിച്ച് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത്രയും നാൾ, ചിലപ്പോൾ ഒത്തിരി നാളായിട്ടുണ്ടാവാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു പോയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെയധികം ഡിപ്രസ്ഡ് ആണ്. മേ ബി നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഒരു നല്ല രീതിയിലുള്ളൊരു കമ്മിറ്റ്മെന്റ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട്.